ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് പെയിൻറ്റ് ചെയ്യാൻ പോകണാണ്. അപ്പോൾ മുകൾ ഭാഗത്തൊക്കെ നിറച്ച് പായലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ വാട്ടർ ഗൺ വെച്ചിട്ട് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണമായിരിക്കും. അപ്പോൾ അകത്തെ ഇൻറ്റീരിയറാണ് നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ മെറ്റീരിയൽസൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ യൂസിൻ്റെ കുട്ടിയാണുള്ളത്. പിന്നെ ബ്രഷ്, പിന്നെ ഇനാമൽ ബ്രഷ്, ഇനാമൽ റോളർ, പിന്നെ മാസ്കിൻ്റെ ആപ്പ്, സ്റ്റെയിനർ, കളറാണ് കേട്ടോ. ഇത് ഡാം പ്രൂഫാണ് കേട്ടോ. ഡാം സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇതിന് ഡാം പ്രൂഫ് തന്നെ സംഭവം. പിന്നെ ഇത് നമ്മുടെ കളർ വൈറ്റ് വേസ്റ്റ്, ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് POP, പിന്നെ ബ്ലേഡ്. നമ്മൾ പ്രൈമറാണ് അടിക്കുന്നത്. പ്രൈമറിൽ സ്റ്റെയിനർ മിക്സ് ചെയ്ത് കളറാക്കിയിട്ട് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ റോളറുണ്ട് നമ്മുടെ കയ്യിൽ, പിന്നെ വാട്ടർ പേപ്പർ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നിലവിൽ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭിത്തി മൊത്തത്തിൽ ടെക്സ്ചർ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി ഫുള്ള് ഏതൊരു ഒരു കളർ തീരുമാനിച്ചിട്ട് അതായിരിക്കും ബാക്കി ഇൻറ്റീരിയർ ഫുൾ അടിക്കുന്നത്. അതേപോലെ ഇത് കാണിച്ചത് കണ്ട, മൊത്തത്തിൽ പോകുന്നുണ്ട് ഇവിടെയൊക്കെ. ഈർപ്പത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇതേപോലെ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ എല്ലാവരുടെയും വീട്ടിൽ. ഈർപ്പത്തിൻ്റെ പ്രശ്നമാണ്. ഇവിടെ കണ്ട, ഇവിടെ നല്ല രീതിയിൽ ഈർപ്പമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ കണ്ട, ഇവിടെ നല്ല തണുപ്പുണ്ട്, ഇവിടെ വലിയ തണുപ്പില്ല. ഈ ഈർപ്പത്തിൻ്റെ ഇത് ലാപ്ടോപ്പുള്ള ബാത്റൂം ആയതുകൊണ്ട് ഈർപ്പമുണ്ട് ശരിക്കും വേണ്ട. അപ്പോൾ ഇതിൽ വാട്ടർ പ്രൂഫ് അടിക്കണം, അതായത് ഡാം പ്രൂഫ് അടിച്ചാലാണ് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഈ ഹോൾ നമ്മൾ ചെയ്യാനാണ് ഇതിൽ മൊത്തത്തിൽ പോയിരിക്കുന്നത്. ഈ ബാത്റൂം തന്നെ ഭാഗമായതുകൊണ്ട് കണ്ട ഇവിടെയൊക്കെ മൊത്തത്തിൽ പോയിരിക്കണേ. അപ്പോൾ ഇതൊക്കെ ഡാം പ്രൂഫ് അടിച്ചിട്ട് വേണം പുട്ടിയിട്ടിട്ട്, ടച്ചിങ് പുട്ടിക്ക് ഇടാനായിട്ട് പുട്ടിയിട്ടിട്ട് ഇതിലൊരു ടെക്സ്ചർ വർക്ക് അല്ലെങ്കിൽ ലൈൻ വാഷ് ചെയ്യും. അത് തീരുമാനിച്ചിട്ടില്ല. ഇവിടേക്ക് ഇതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം പോണതെല്ലാം മാക്സിമം ചീവിക്കളയാൻ ശ്രമിക്കണം കേട്ടോ. ശ്രമിക്കണം അല്ല, ചീവിക്കളയണം. അല്ലെങ്കിൽ ആ ഭാഗം മാത്രം പിന്നീട് പോകും. എക്കോ ഉണ്ടാവും കേട്ടോ വീഡിയോയിൽ. ഇങ്ങനെ ഇത് മൊത്തം ചിപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഈ പൊടിക്ക് മൊത്തം കളഞ്ഞിട്ട് നമ്മൾ ഡാം സ്റ്റോപ്പ്, അതായത് വാട്ടർ പ്രൂഫാണ് ഇത്. ഈ ലീക്കുള്ള സ്ഥലത്തൊക്കെ അടിക്കാം. ഭിത്തിയിൽ ഈർപ്പമുള്ള കാരണം ഇങ്ങനെ പോകും. പിന്നെ ചില തേപ്പ് ശരിയല്ലെങ്കിൽ ഇതേപോലെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇവിടെ ഈ ബാത്റൂമിൻ്റെ ഏരിയയൊക്കെ ഈർപ്പമുണ്ട് ചെറുതായിട്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ ഡാം സ്റ്റോപ്പ് എന്ന് പറഞ്ഞ സാധനം മേടിച്ചേക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ കടയിൽ പോയി വാങ്ങണമെങ്കിൽ ഡാം സ്റ്റോപ്പ്, ഡാം പ്രൂഫ്, അങ്ങനെ വാട്ടർ പ്രൂഫിൻ്റെ മെറ്റീരിയൽ, ഡോട്ടർ, ഫിക്സിറ്റിൻ്റെ സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ ഏതുവേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓരോന്നും ഓരോ രീതിയിൽ അടിക്കണത്. അപ്പോൾ ഈ മെറ്റീരിയൽ അടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ബ്രഷിനാണ് ഇത് അടിക്കുന്നത്. ഇങ്ങനെ അടിച്ച് ഒരു കോട്ട് ഫുള്ള് അടിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 4 മണിക്കൂർ അല്ല മാക്സിമം ഉണങ്ങിയിട്ട് എന്ത് വരുക, സെക്കൻഡ് കോട്ട് അടിക്കണം. അപ്പം ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ചെങ്കിൽ സെക്കൻഡ് കോട്ട് ഇങ്ങനെ എതിരടിക്കണം. അങ്ങനെ ഇത് അടിക്കേണ്ടത്. 3 കോട്ട് അടിച്ചെങ്കിൽ അത്രയും നല്ല ഈർപ്പുള്ള ഭാഗമാണെങ്കിൽ 3 കോട്ട് അടിക്കാം നമുക്ക്. അപ്പോൾ മൊത്തത്തിൽ ചിപ്പ് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിലൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. നമ്മൾ ആർഡർ വെച്ച് അവിടെയൊക്കെ മൊത്തത്തിൽ ചിപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ചിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചിപ്പ് ചെയ്യണ സമയത്ത് മാസ്ക് മസ്റ്റായിട്ട് എല്ലാവരും വെക്കണം കേട്ടോ. പിന്നെ തലയിൽ എന്തെങ്കിലും കെട്ടണമെങ്കിൽ കെട്ടിക്കോ, മുടിക്ക് നല്ലതാണ്. ഈ പൊടിയൊക്കെ കയറി കഴുകണ സമയത്ത് ഇടങ്ങേറാവും. ഒരു മൊത്തം തൂത്ത് പഠിച്ചിട്ട് എന്തോരം ഉണ്ടെന്ന് നമുക്ക് നോക്കാട്ടോ. അപ്പോൾ അത് മൊത്തത്തിൽ പൊടിയൊക്കെ തൂത്ത് ഇവിടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇത്രത്തോളം പൊടി ഉണ്ടായിരുന്നു ഈ ഒരു റൂമിൽ. അപ്പോൾ ഫുള്ള് പൊടിക്കെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ POP ഇടണേന്. ഇപ്പം ഇവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടായ ഭാഗത്തൊക്കെ POP ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതേപോലുള്ള ഭാഗത്തൊക്കെ POP വരലുകൊണ്ട് ഇങ്ങനെ പഠിച്ചത് ഞാൻ കാണിച്ചത് എങ്ങനെയാണ്. അപ്പം നേരത്തെ മിക്സ് ചെയ്തതിൻ്റെ ഇത്രയും ബാലൻസ് വന്നിട്ട് ഇത് കട്ട് ചെയ്ത് കാരണമാണ് ഞാൻ കുറച്ച് കൂട്ടണമെന്ന് പറഞ്ഞത്. അല്ലാണ്ട് ഈ ഒരു പാക്കറ്റൊക്കെ മൊത്തം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഹിറ്റ് തിരുന്നതിന് മുന്നേ അത് കട്ട് ചെയ്ത് പോകും. കുറേശ്ശെ കൂട്ടുക. വലിയ ഹോളാണെങ്കിൽ അതനുസരിച്ച് കൂട്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ചെറിയ ഹോളാണ് കാരണം കുറേശ്ശെ കൂട്ടുന്നത്. ഞാൻ മിക്സിയിലൊന്ന് അടുപ്പിച്ചെടുത്ത് പിന്നെ ടൈലിട്ട് കൂട്ടണ്ട കേട്ടോ. കാരണം ചില ടൈലിൽ ഗ്രിപ്പും ഇതേപോലെ എപ്പോക്സി ഫില്ല് ചെയ്യണ ഗ്യാപ്പിലൊക്കെ ഇത് കയറിയിരുന്നാൽ പോകൂല. എനിക്കിത് ഞാൻ ടൈലിൻ്റെ സെൻറ്ററിൽ തന്നെ ഞാൻ ചെയ്യണത്. അപ്പോൾ എല്ലാവരും പിന്നെ ടൈലിൻ്റെ പൊട്ടിയ പീസ് വല്ലതും ഉണ്ടെങ്കിൽ അതിലിട്ടാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ വല്ല ബക്കറ്റിൻ്റെ ഇല്ല, നമ്മളിപ്പോൾ പ്രൈമറൊക്കെ അടിക്കണ വലിയ ബക്കറ്റിൻ്റെ മൂടിയില്ലേ, അതിലൊക്കെ ഇട്ട് ചെയ്യണം കേട്ടോ.
അപ്പോൾ അത് പൊടിക്കെല്ലാം തുടച്ചെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. POP ഇട്ടെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിന് പേപ്പർ പിടിച്ചിട്ട് വേണം ജസ്റ്റ് ഒന്ന് പുട്ടി കൂടി വടിച്ചിടാനുണ്ട്. അപ്പോൾ അത് ഇവിടെ പിന്നെ ഡാം പ്രൂഫ് അടിക്കാൻ വേണ്ടി ഡാം പ്രൂഫ് പൊട്ടിക്കണുണ്ടോ അല്ല, അത് നമ്മുടെ ഡാം പ്രൂഫ്. ഡാം സ്റ്റോപ്പാണ്. ഡാം പ്രൂഫ് തന്നെ സെയിം സാധനം, പേരിന് ഒരു വ്യത്യാസം ഉണ്ടെന്നുണ്ട്. ഡാം സ്റ്റോപ്പ് എന്നതിൻ്റെ പേര്. ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇതൊരു സൈസ് പശയാണ് ഇത്. തിന്നലൊന്നും വീഴാണ്ട് നോക്കണം. ഷീറ്റ് ഇടണം. ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. പഴയ ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യണം കേട്ടോ. ഇതടിക്കാൻ വേണ്ടി പഴയ ബ്രഷ് യൂസ് ചെയ്യണതാണ് നല്ലത്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂസിൽ അകത്തേക്ക് ചെല്ലും വെള്ളം ഒഴിക്കുമ്പോൾ. പിന്നെ ഭിത്തിയിൽ നല്ല ഈർപ്പമുള്ള സ്ഥലമാണെങ്കിൽ വെള്ളം ഒഴിക്കാണ്ട് ഡയറക്റ്റ് അടിച്ചു കൊടുക്കുക. ഇതിൽ വലിയതായിട്ട് ഈർപ്പില്ല, കാരണം ഇപ്പോൾ വെയിലൊക്കെ കൊണ്ട് വലിയ കുഴപ്പമില്ല, എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈർപ്പമുള്ള സ്ഥലമാണെങ്കിൽ ഡയറക്റ്റ് അടിക്കുക, ലൂസാക്കിയൊന്നും വേണ്ട. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യണതാണ്. അധികം ഒന്നും വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു 10% എടുത്തതിൻ്റെ ഒരു 10% കേട്ടോ. വേണ്ട, ഇത് മതി. ആദ്യത്തെ കോട്ട് അപ്ലൈ ചെയ്യണത്. അപ്പോൾ ഞാൻ ഈ ഹൈറ്റിൽ, മുട്ടിൻ്റെ ഈ ഹൈറ്റിലാണ് ഇപ്പോൾ അടിക്കണത്. ഇതാ ഒരു പീസ് മാത്രം അത്യാവശ്യം എൻ്റെ ഹൈറ്റിൽ ഞാൻ അടിക്കുന്നുണ്ട് ഫുള്ളായിട്ട്. കാരണം അവിടെ ബാത്റൂമിൻ്റെ ഏരിയ കൊണ്ട് ഈർപ്പം വരാൻ ചാൻസ് കൂടുതല. ഇപ്പോൾ ഓൾറെഡി ഈർപ്പമുണ്ട്, എന്നാലും അവിടെ ഇച്ചിരി ഹൈറ്റിൽ ഞാൻ ചെയ്യുന്നുണ്ട് ബാത്റൂമുള്ള പറഞ്ഞു. ബാക്കി എല്ലാ ഭാഗത്തും ഈ ഹൈറ്റിലാണ് നമ്മൾ ഇപ്പോൾ ഇതടിക്കാൻ പോണത്. അടിക്കാൻ ജസ്റ്റ് മുക്കുക. നിലത്ത് ഷീറ്റ് ഇരിക്കണം. നീളത്തിലടിക്കുക. ഒരു കോട്ട് ഫുള്ള് നീളത്തിൽ എത്തിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ സെക്കൻഡ് കോട്ട് അടിക്കണം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. സ്കിപ്പ്. ഇപ്പോൾ ഡാം സ്റ്റോപ്പ് നമ്മൾ ഫസ്റ്റ് കോട്ട് ഫുള്ള് അടിച്ചിട്ടുണ്ട്. ഇതേ ഒന്ന് കാണിച്ചു കൊടുത്തേ കണ്ടോ. ആ ഒരു ഭിത്തിയിൽ മാത്രം ഞാൻ ലൂസാക്കാതെ ഡയറക്റ്റ് അടിച്ചത്, കാരണം അവിടെ ബാത്റൂം ഉള്ള കാരണം ഈർപ്പം ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉള്ള കാരണം ഡയറക്റ്റ് അടിച്ചത്. അല്ലാത്ത സ്ഥലത്തൊക്കെ നമുക്കൊരു 10% വെള്ളം ആഡ് ചെയ്തിട്ട് അടിക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ POP ഇട്ടില്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് പേപ്പർ പിടിച്ച് ലെവൽ ചെയ്യണം. നമ്മൾ പേപ്പർ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാട്ടർ പേപ്പർ എന്ന് പറഞ്ഞാൽ 120 വാട്ടർ പേപ്പറാണ് കേട്ടോ, ആ ബ്രൗൺ കളറിൽ. അതിൻ്റെയൊക്കെ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കി ഞാൻ ഉപയോഗിച്ച മെറ്റീരിയലൊക്കെ ഏതാണെന്ന് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ഇത് പേപ്പർ പിടിക്കുക. അതിന് ശേഷം നമുക്ക് ഔട്ട് സൈഡ് മറ്റേ വാട്ടർ ഗണ്ണ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്, പായലൊക്കെ പിടിച്ചിരിക്കണം. അപ്പോൾ ഇത് ഈ ഉണങ്ങണം 4 മണിക്കൂർ മാക്സിമം എന്തായാലും ഉണങ്ങണം, എന്നിട്ട് വേണം സെക്കൻഡ് കോട്ട് അടിക്കാൻ. അപ്പോൾ പുറത്ത് നമ്മൾ ആ പണി ചെയ്ത് കഴിയുമ്പോഴേക്കും 4 മണിക്കൂർ കഴിയും. ശരിക്കും 6 മണിക്കൂറിൻ്റെ ടൈം ഞാൻ 4 മണിക്കൂർ ചെയ്യണുണ്ട്. അപ്പോൾ ഇതിൽ സെക്കൻഡ് കോട്ട് അടിക്കണം. സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ ഇങ്ങനെ അടിക്കണം. നമ്മളിപ്പോൾ ഇങ്ങനെ അടിച്ചു പോയത് ഈ പാടൊന്നും നോക്കണ്ട, ഇതിൽ അപ്ലൈ ചെയ്യാൻ മതി. പാടൊന്നും നോക്കണ്ട, വെറുതെ ഡയറക്റ്റ് അങ്ങനെ അടിച്ചു പോയാൽ മതി കേട്ടോ. ഔട്ട് സൈഡിൽ പണിയപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഔട്ട് സൈഡിൽ മൊത്തം പായലായിരുന്നു. മൊത്തത്തിൽ ഞാൻ ഗണ്ണിനടിച്ച് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടാ. ഇത് കഴിഞ്ഞിട്ടാണ് ഇനി അകത്ത് കയറിയിട്ട് നമുക്ക് ഡാം സ്റ്റോപ്പ് സെക്കൻഡ് കോട്ട് അടിക്കാനുള്ളത്. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ടായിട്ടാ, പിന്നെ നിൽക്കാനുള്ള സ്പേസും ഉണ്ടായില്ല അവിടെ. അപ്പോൾ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ താഴെ ഭാഗത്തും കൂടി കുറച്ച് ഏരിയ ഉണ്ട്, അവിടെയും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട് സൈഡിലെ വർക്ക് കഴിഞ്ഞ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പായലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ട് പായൽ. അതൊക്കെ മൊത്തം ക്ലീൻ ചെയ്തിട്ട് വേണം ഇനി പ്രൈമറൊക്കെ അടിക്കാൻ. താഴെ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ കുറേ പെയിൻ്റൊക്കെ പോകണ ഭാഗമൊക്കെ ഉള്ള കാരണം ഞാൻ അവിടെയും കൂടി വാഷ് ചെയ്തിട്ടാണ്. ആ പണി കഴിഞ്ഞിട്ട് അകത്ത് വന്നിട്ട് ഇത് സെക്കൻഡ് കോട്ട് ഡാം സ്റ്റോപ്പ് അടിക്കണേ കേട്ടോ. നമ്മൾ നേരത്തെ വട്ടം അടിച്ച് ഇപ്പം നീളം അടിക്കണ കേട്ടോ. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ഉണ്ടോ. ഡാം സ്റ്റോപ്പ് അടിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ പ്രൈമർ അടിക്കണ കേട്ടോ. ഞാൻ അധികം വെള്ളം ചേർത്തിട്ടില്ല, കവറിങ് കുറവായിരിക്കും എന്ന് ഓർത്തിട്ടേ അധികം വെള്ളം ചേർത്തിട്ടില്ല. അത്യാവശ്യം ബ്രൈറ്റ്നസ് ഉണ്ടാവും വെള്ളം കുറച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ, അതാണ് ഞാൻ ഇങ്ങനെ അടിക്കണ കേട്ടോ.
ഇത് റോളറിന് ഒരു കോട്ട് അടിച്ചിട്ട് ഞാൻ നേരെ ബ്രഷിന് കട്ട് ചെയ്തു സൈഡൊക്കെ. അതിനുശേഷം 2-3 കോട്ട് അടിച്ചിട്ട് നല്ല വൈറ്റ്നസ്സോടെ ഇത്രയും വൈറ്റ്നസ്സിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3 കോട്ട് അടിച്ചിട്ടുണ്ട് ഇത് മൊത്തത്തിൽ. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഫ്രണ്ടിൽ ഇത് നേരത്തെ പുട്ടിയിട്ട് വെച്ചാണ് ഇന്നലെ രാത്രി ഞാൻ ഇട്ട് വെച്ചു കേട്ടോ. അതൊന്ന് പേപ്പർ പിടിച്ച് സ്മൂത്താക്കിയിട്ട് ഇത് പുട്ടി രണ്ടാമത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി ടെക്സ്ചറിൻ്റെ പാറ്റേൺ ഇടാനുള്ളതാണ്. അപ്പോൾ പുട്ടി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ടൈലൊക്കെ വരക്കണ ക്ലീൻ ചെയ്യണ ഇതാണ് കേട്ടോ. അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒപ്പി കൊടുത്തന്നെ ഒരു പാറ്റേൺ കിട്ടും. ഈ പാറ്റേണിലാണ് നമ്മൾ ചെയ്യണം കേട്ടോ. ഇത് മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കളർ വൈറ്റ് പേസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കളർ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ മിക്സ് ചെയ്തിട്ട് പ്രൈമർ തന്നെ മിക്സ് ചെയ്താൽ ഞാൻ ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഗ്രേ കളറാണ് കൊടുത്തേക്കണം, ഗ്രേയും പിങ്കുമാണ് കൊടുത്തേക്കണം. നമ്മുടെ ഡോറ് ചെയ്യാൻ സമയം കിട്ടിയില്ല, ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് അതിന് ചെയ്യാൻ സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇതിൽ പാറ്റേൺ ഞാൻ കാണിച്ചാൽ ഇതിൽ ചെയ്തേക്കണം പാറ്റേൺ. ഇതിനൊരു വാഷ് ചെയ്ത് മാത്രമല്ല ചെയ്തേക്കണം, കളർ മാത്രമല്ല ഇതിനൊരു പാറ്റേൺ ഉണ്ട് കേട്ടോ. അത് ക്യാമറയിൽ കാണാൻ പറ്റില്ല, പാറ്റേൺ കാണിച്ചു തരാം കേട്ടോ. നൈറ്റാണ് ഈ പാറ്റേൺ ക്ലിയർ ആയിട്ട് കാണുള്ളൂ. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. ഇത് നമ്മൾ പിങ്കിലും ഈ പാറ്റേൺ തന്നെ കൊടുത്തേക്കണം കേട്ടോ. അത് ഇവിടെയാണ് കണ്ടോ, പിങ്കിലും പാറ്റേൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഡോറിൻ്റെ നമ്മൾ പിന്നീട് ചെയ്യും, ആ സമയം കിട്ടുമ്പോൾ ചെയ്യുള്ളൂ. ഇപ്പോൾ ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് അതൊന്നും ചെയ്തില്ല. പിന്നെ നമ്മൾ നടയിൽ ഇത് പ്ലാന്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. ഇവിടെ നമ്മുടെ വീട്ടിലുണ്ടായ പോകേണ്ടത് ആ ഗ്രേയും പിങ്കും തന്നെയാണ് അവിടെയാണ് കൊടുത്തേക്കണത്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണ്ട, മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാവരും. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ.